സർവ്വം എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നിവിൻ പോളി നടത്തിയിരിക്കുന്നത്. ആരാധകർ കാണുവാൻ ആഗ്രഹിച്ച നിവിൻ പോളിയെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ കണ്ടു. കരിയറിൽ വലിയ വീഴ്ചയാണ് നിവിൻ പോളിക്ക് നേരിടേണ്ടി വന്നിരുന്നത്. താരപദവിയിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി ബോക്സ് ഓഫീസ് പരാജയങ്ങളുമായി വീഴ്ച. എന്നാൽ ഇതേ സമയം തന്നെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾ വന്നിരുന്നു. എന്നാൽ നിവിനിൽ നിന്നും ഇത്തരത്തിലുള്ള സിനിമകളല്ല പ്രേക്ഷകർ മൊത്തത്തിൽ പ്രതീക്ഷിച്ചത്. ടൊവിനോ തോമസ്, ഫഹദ് ഫാസിൽ തുടങ്ങിയ നടന്മാരെല്ലാം കരിയറിൽ പലതവണ പരീക്ഷണങ്ങൾ നടത്തിയവരാണ്. ഇവരെ പ്രേക്ഷകർ സ്വീകരിച്ചു. എന്നാൽ നിവിനെ കൂടുതലും ജനപ്രിയ സിനിമകളിൽ കാണുവാനാണ് പ്രേക്ഷകർ ആഗ്രഹിച്ചത്. എന്ന് ആ ട്രാക്കിൽ നിന്ന് മാറിയോ ആ നിവിൻ പോളിയുടെ വീഴ്ചയും തുടങ്ങിയെന്നാണ് ആരാധകരിൽ ഭൂരിഭാഗം പേരും പറഞ്ഞത്. ചില പ്രേക്ഷകർ ഇതിന് ഉദാഹരണമായി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് മൂത്തോൻ, പടവെട്ട്, തുറമുഖം തുടങ്ങിയ സിനിമകളാണ്. നടനെന്ന നിലയിൽ തിളങ്ങാൻ കഴിയുന്ന റോളുകളായിരുന്നു ഈ സിനിമകളിലെങ്കിലും ബോക്സ് ഓഫീസിൽ പച്ച തൊട്ടില്ല. ഇതിനിടെ നിവിൻ വണ്ണം വെച്ചതും ചർച്ചയായി. നിവിൻ്റെ കരിയർ തകർത്തത് മട്ടാഞ്ചേരി ഗ്യാങ് ആണെന്നും ചേരേണ്ടവർ തമ്മിൽ ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ മൊത്തത്തിൽ സംസാരം വന്നു. എന്നാൽ നിവിൻ്റെ കരിയർ ഗ്രാഫെടുത്താൽ ഇത് മാത്രമല്ല വീഴ്ചയ്ക്ക് കാരണമായത്. മെയിൻ സ്ട്രീം സിനിമകൾ തിരഞ്ഞെടുത്തപ്പോഴും നിവിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. നിവിൻ്റെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിലൊന്നാണ് മിഖായേൽ. ഹനീഫ് അദനിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇദ്ദേഹം പിന്നീട് സംവിധാനം ചെയ്ത മാർക്കോ സൂപ്പർ ഹിറ്റുമായിരുന്നു. കനകം മൂലം കാമിനി മൂലം ആണ് നിവിൻ നായകനായ മറ്റൊരു സിനിമ. ആൻഡ്രോയിഡ് കുഞ്ഞമ്പൻ, നാ താൻ കേസുകോട് എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൊരുക്കിയ ഹരീഷ് ബാലകൃഷ്ണൻ പൊതുവാളായിരുന്നു സംവിധായകൻ. കനകം മൂലം കാമിനി മൂലം നിവിൻ്റെ കോമഡി ട്രാക്കിലുള്ള സിനിമയായിരുന്നുവെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല. അമൃത് ഷൈൻ സംവിധാനം ചെയ്ത് നിവിൻ നായകനായെത്തിയ അടുത്ത ചിത്രമായിരുന്നു മഹാവീര്യർ. 1983 ആക്ഷൻ ഹീറോ ബിജു എന്നീ ഹിറ്റ് സിനിമകൾ നിവിന് നൽകിയ സംവിധായകനാണ് അമൃത് ഷൈൻ. പക്ഷേ മഹാവീര്യർ 1983 ലെവലിലോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു ലെവലിലോ എത്തിയില്ല. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത നിവിൻ പോളി നായകനായെത്തിയ സിനിമയായിരുന്നു സാറ്റർഡേ നൈറ്റ്. പഴയ നിവിനെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം ഈ ചിത്രത്തിൽ കാണാം. പക്ഷേ സാറ്റർഡേ നൈറ്റ് പരാജയപ്പെട്ടു. രാമചന്ദ്ര ബോസ് ആൻഡ് കോ ആണ് ഹനീഫ് അദനിയും നിവിൻ പോളിയും ഒന്നിച്ച അടുത്ത ചിത്രം. ഈ സിനിമയും പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. നിവിൻ പോളി നായകനെത്തിയ സർവ്വം തിയേറ്ററുകളിൽ വിജയ കുതിപ്പ് തുടരുകയാണ്. 100 കോടിയും കടന്നാണ് ചിത്രം മുന്നേറുന്നത്. ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ പ്രിയ വാര്യരും എത്തിയിരുന്നു. തൻ്റെ കംഫർട്ട് സോണായ ഹ്യൂമറിലേക്ക് മടങ്ങിയെത്തിയതായാണ് നിവിൻ്റെ ഇതിലെ വേഷം സൂചിപ്പിക്കുന്നത്. അയൽപ്പക്കത്തെ പയ്യൻ ഇമേജിൽ സ്വാഭാവിക നർമ്മം കൈകാര്യം ചെയ്യുന്ന നിവിനെ ഇവിടെ കാണാം. നിവിൻ പോളിയുടെയും റിയ ഷിബുവിൻ്റെയും മികച്ച അഭിനയം ഇവരുടെ രംഗങ്ങൾക്ക് മിഴിവേകി. സ്ഥിരം പ്രേത സിനിമകളിൽ നിന്ന് കണ്ടുമടുത്ത ക്ലീശകളെ രസകരമായി ട്രോളുന്നുണ്ടെന്നതും ഈ ചിത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ജനാർദ്ദനൻ, രഘുനാഥ് പലേരി, മധു വാര്യർ, അൽതാഫ് സലീം, പ്രീതി മുകുന്ദൻ തുടങ്ങിയവരും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അൽഫോൺസ് പുത്രനും ചിത്രത്തിൽ ഒരു രംഗത്തിൽ വന്നു പോകുന്നുണ്ട്.